വന്നത് വിഷു വെക്കല്ലേ, അപ്പം മാങ്ങയും ചക്കയും പറിക്കാനാണ് പറമ്പത്ത് വന്നതാണ്. അപ്പോൾ ചിത്രവട്ടം അമ്പലത്തിൽ കയറി അവിടെ നിന്ന് വ്യൂ പോയിന്റിൽ വന്നിരിക്കുകയാണ്. ഇവിടെ കണ്ടോ, അതാണ് എൻ്റെ സ്കൂൾ. അവിടെ സ്വിമ്മിംഗ് പൂളും ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ വന്ന കാര്യമല്ലോ. എവിടെ പാർക്കുള്ളത്? പിന്നെ ഇവിടെ പാർക്കുണ്ട്. ഇവിടെ നല്ല എക്സ്പെരിമെന്റ് ആണ്. വെച്ച് നമുക്ക് പ്രശ്നം വെച്ചാൽ ഇവിടെ ഫുള്ള് ഈ കുപ്പികൾ വേസ്റ്റുകൾ ഇവിടെ നിരത്തിയിട്ടിട്ടുണ്ട് അല്ലേ. ഇതിങ്ങനൊന്നും ചെയ്യാൻ പാടില്ല അല്ലേ. ഇത് പ്രകൃതിയോട് ചെയ്യുന്നൊരു ക്രൂരതയാണല്ലേ. ബോട്ടിൽസ് കുറേ ഉണ്ട്. പിന്നെ കള്ളും പിന്നെ ചില്ലുണ്ട്. പിന്നെ ഇതുണ്ട് തീപ്പെട്ടി. പിന്നെ എന്താ വേണ്ട? ഇനി വരുന്നവര് ഇവിടെ ആദ്യമായിട്ട് വരുന്നതായാലും ഇനി വരുന്നവരായാലും ഒരിക്കലും ഇവിടെ വേസ്റ്റ് ചെയ്യാൻ പാടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളിവിടെ വന്നപ്പം ഞങ്ങളവിടെ ഞാനും എൻ്റെ അനിയനും കൂടെ അവർ ചെറുതായിട്ട് വേസ്റ്റ് കളയാൻ വന്നവരെ സഹായിച്ചതാണ്. അപ്പൊക്കെ ഇവിടെ നല്ല കാടായിരുന്നു. ഇപ്പം അതൊക്കെ പോയി. ഇപ്പം ഇങ്ങോട്ടെല്ലാം ഇറങ്ങാൻ പറ്റും. അതൊക്കെ സൂര്യനെ നോക്കിയാ അത് ഓറഞ്ച് കളറ്. ആദ്യം ഇവിടെയാണ്, ഇപ്പം ഇവിടെയായി. താഴോട്ട് നോക്കിയാൽ നമുക്ക് മാലൂരിൻ്റെ സൗന്ദര്യം കാണാം. ഒരുപാട് സഞ്ചാരികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വിഷു അല്ലേ, വിഷുവിന് കണി വെക്കാം. പിന്നെ കൊന്നേന്റെ പ്ലാസ്റ്റിക് ഉണ്ട്. ഇപ്പൊ കൊന്നപ്പോക്കെ ചൈനക്കാര് കൊണ്ടുവരും അല്ലേ വിളിച്ചു പ്ലാസ്റ്റിക്കിന്റെ. നമ്മൾ തന്നെ ഒന്ന് കിട്ടാൻ എത്ര കഷ്ടപ്പെട്ടു അല്ലേ. ഇങ്ങനെയാണ് ജനങ്ങൾ ചൈന പ്ലാസ്റ്റിക് പൂവിലേക്കൊക്കെ മാറുന്നത് അല്ലേ. ലഭ്യത കുറഞ്ഞു വരിക. കോട്ടയത്ത് കാണണം എത്ര പൈസ എടുത്തിട്ടാ നമ്മൾ ആ പോട്ടിലെല്ലാം പൂവൊക്കെ കണ്ടതല്ലേ. അതെ മോളെ. അപ്പോൾ ഇനി വരുന്നവർ ഇങ്ങോട്ട് വരണം അല്ലേ. മാലൂർ പുരളിമല ചിത്രപീഠം അല്ലേ. ഇവിടെ മുത്തപ്പ ക്ഷേത്രമുണ്ട്. കുറച്ചങ്ങോട്ട് പോയാലും മുത്തപ്പ ക്ഷേത്രം കാണാൻ നിങ്ങൾക്ക്. അവിടെ ഇങ്ങനെ വെച്ചൊരു ബോർഡൊക്കെ ഉണ്ട്. പിന്നെ കാല് കഴുകുമ്പോൾ അവിടെ ഒരു കിണറുണ്ട്. കാല് കഴുകണം, അത് ഉറപ്പാ. കയ്യും എല്ലാം കഴുകണം. പറമ്പത്ത് വന്നവരായാൽ കയ്യും കഴുകണം, കാലും കഴുകണം, അത് ഉറപ്പാ. പിന്നെ ഞാൻ കുറച്ച് വെള്ളം കുടിച്ചിട്ടോ. തണുപ്പുണ്ടേനോ? നല്ല തണുപ്പായിരുന്നു. തണുപ്പ് കേട്ടിട്ട് ഞാനൊന്ന് കുടിച്ചതാ. അതിൻ്റെ അത് മാർക്ക് തവള ഉണ്ടായിരുന്നു വെള്ളത്തിലാ. അത് ഞാൻ കുടിച്ചു. നല്ല തണുപ്പായിരുന്നു. ഇപ്പോഴും കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണ്.